സോ ഗായ്സ് 15 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനൽ ഇന്ന് കേരളത്തിലൊരു യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്തു പോയി. ഓക്കെ, ടെർമിനേഷൻ അല്ലെങ്കിൽ വയലൻസ് അല്ലെങ്കിൽ എന്താ പറയുക കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടിപ്പോയി. സോ 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ചാനലിൽ പോയാൽ എത്രമാത്രം വേദന ഉണ്ടാവും. ഒരു കെ സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ തന്നെ 6 മാസം എനിക്ക് ഈ ചാനലിൽ വീഡിയോസ് ഇടേണ്ടി വന്നു. പക്ഷേ 15 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലാണ് ഒറ്റയടിക്ക് യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കാണണം. ഓക്കെ, അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞത് ഏതാണ് ചാനൽ ആരുതാണ് ചാനലൊക്കെ മനസ്സിലാക്കും. ഞാൻ മനസ്സിലാവാത്തവർക്കാണ് ഇവിടെ സൈഡിൽ വീഡിയോ കാണിച്ചത്. ഓക്കെ, ഹലോ ഗൈസ്, ഞാൻ അസി അടൂർ. 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള എൻ്റെ അസി അടൂർ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. യൂട്യൂബ് എൻ്റെ ആ യൂട്യൂബ് ചാനലിനെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എൻ്റെ ആ 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള അസി അടൂർ എന്ന യൂട്യൂബ് ചാനൽ നഷ്ടപ്പെടാനുള്ള കാരണം, അതായത് യൂട്യൂബ് അത് ടെർമിനേറ്റ് ചെയ്ത് കളയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ ആ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അതൊരു കുട്ടിയെ ആരോ റോഡരികിൽ ഉപേക്ഷിച്ച് പോയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ആ കുട്ടി ഡ്രസ്സ് ഇടാതെ ആയിരുന്നു. അത് ഒരു കവറായിരുന്നു. ആ കവറിൻ്റെ ഉള്ളിലായിരുന്നു ആ കുട്ടി ഉണ്ടായത്. അപ്പോൾ ആ കവർ തുറന്ന് നോക്കുമ്പോൾ കുട്ടി അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അത് ഡ്രസ്സ് ഇടാത്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ അത് ഞാൻ അവയർനെസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ അത് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് തന്നിട്ടുണ്ട്. മുമ്പ് എനിക്ക് 2 കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സമയം ആകുന്നതിന് മുമ്പ് വീണ്ടും ഈ ഒരു വീഡിയോയുടെ സ്ട്രൈക്ക് വന്നു. അങ്ങനെ ടോട്ടൽ 3 കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കായി. അങ്ങനെ എൻ്റെ ആ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി അത് റിക്കവർ ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് അപ്പീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ എനിക്ക് അറിയത്തില്ല ആ യൂട്യൂബ് ചാനൽ തിരിച്ച് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ 1-2 ആഴ്ചയിൽ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. എന്തായാലും ഇനി വേറെ മാർഗ്ഗമില്ല. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. പക്ഷെ എന്നാലും നല്ല ടെൻഷനുണ്ട്, വിഷമമുണ്ട്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വളർത്തിയെടുത്ത ഒരു യൂട്യൂബ് ചാനലായിരുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ ജസ്റ്റ് ചിന്തിച്ചു നോക്കുക. കാരണം 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത്, 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരുപാട് പണിയുള്ള സംഭവമാണ്, ചില്ലറ കാര്യമില്ല. അപ്പോൾ അത് ഞാൻ 5-6 വർഷം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ യൂട്യൂബ് ചാനലാണ്. അതുപോലെ തന്നെ യൂട്യൂബിലെ എൻ്റെ ജീവിതം പല ആൾക്കാർക്കും അറിയാം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയത്. അത് മാത്രമല്ല, ഇതുവരെയായിട്ട് എനിക്കൊരു വീട് സ്വന്തമായിട്ട് കെട്ടാനോ അതല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കാറ് വാങ്ങാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ എമൗണ്ട് എല്ലാം ഒരു 20 ലക്ഷത്തിൻ്റെ ഉള്ളിൽ എനിക്ക് വലിയൊരു നഷ്ടം വന്നിട്ടുണ്ട്. അതൊരു കമ്പനിയിൽ നഷ്ടപ്പെട്ടതാണ്. അതിൻ്റെ കഥ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ യൂട്യൂബ് ചാനലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്താൽ വളരെയധികം സന്തോഷം. കാരണം അല്ലെങ്കിൽ കുറച്ച് പ്രശ്നത്തിലാണ്. അപ്പോൾ അതൊരു ആശ്വാസമായിരിക്കും. അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വേറെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഒന്ന് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ്. സോ എല്ലാവരും വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്ന വീഡിയോ. സോ എന്തായാലും അവരുടെ ആ ഒരു ചാനലിൻ്റെ ലിങ്ക്, പുതിയ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കുക. സോ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. എനിക്ക് നിങ്ങൾ അവരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ കാണി സബ്സ്ക്രൈബ് ചെയ്ത് പോയാലും കുഴപ്പമില്ല. ഇപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും. കാരണം മാനസികമായി തളർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് അവർക്കൊരു പുഷാവും. പിന്നെ അവർ വീഡിയോ ഇട്ട് ഒരു ലെവലിലെത്തി നിങ്ങളാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അവരുടെ വീഡിയോ ഇഷ്ടമല്ലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അവർ ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഇത്ര സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി വീഡിയോസ് ഇടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അവർക്ക് ആ ഒരു പഴയ സ്റ്റേജിലോട്ട് അവർ കുറച്ച് കാര്യത്തിലുള്ള എത്താൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുക. ബൈ.